മഴ ആയതുകൊണ്ട് പുറത്ത് കുറച്ച് ജോലികളെല്ലാം ഉണ്ടായിരുന്നു. അതൊക്കെ ഒതുക്കിയ ശേഷം അകത്ത് അടുക്കളയിലേക്ക് കയറി വന്നപ്പോഴത്തേന് സമയം 11 മണിയായി. അപ്പം നമുക്ക് ഉച്ചയൂണിനുള്ള ജോലികളെല്ലാം ഒതുക്കാമെന്ന് വിചാരിച്ചു. പെട്ടെന്ന് എന്തെങ്കിലും റെഡിയാക്കി കഴിക്കാം എന്നുള്ള രീതിക്ക് ചീര ഫ്രിഡ്ജിലിരിപ്പുണ്ടായിരുന്നു. ചീര എടുത്ത് തോരൻ വയ്ക്കാമെന്ന് കരുതി. അപ്പോൾ ചീരയിൽ തണ്ടുകൾ മുറ്റിയതായിരുന്നു. അതിൻ്റെ നാരെടുത്ത് കളഞ്ഞിട്ട് അരിയുമ്പം അരിയാനും എളുപ്പമാണ്, വെന്ത് കിട്ടാനും എളുപ്പമാണ്. അങ്ങനെ ചീരയെല്ലാം അരിഞ്ഞെടുത്തു. അപ്പം ഞാൻ ഓർത്തുന്നു ഉച്ചയ്ക്ക് ഇച്ചിരി ചൂട് ചോറിൽ നെയ്യൊക്കെ ഒഴിച്ച് ചൂട് ചീരത്തോരനും ചോറും പയർ കറിയായിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിനായിട്ട് ഇന്ന് ചീരത്തോരൻ റെഡിയാക്കി എടുക്കുകയാണ്. ചീരയെല്ലാം അരിഞ്ഞെടുത്തു. പിന്നെ അതിലൊരു സവാളയും കൂടെ അരിഞ്ഞിട്ടു. പിന്നെ ചോറടുപ്പിൽ വേവാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇന്ന് മീൻ വാങ്ങിച്ചിട്ടില്ല. അപ്പം ഇന്ന് വെജിറ്റബിൾ ഊണായിട്ട് അങ്ങ് പോകാമെന്ന് കരുതി. ഓരോ ദിവസവും ഓരോരോ ആഗ്രഹങ്ങളാണ്. ഇത് കഴിക്കണം, അത് കഴിക്കണം. അപ്പോൾ അതിന് നമ്മൾ തന്നെ റെഡിയാക്കും, കഴിക്കും. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ചോറ് വെന്തു, ചോറ് ഊറ്റി, ചീര അരിഞ്ഞു കഴിഞ്ഞു, ചീരയ്ക്ക് ചതച്ച് വെച്ചു. അപ്പോൾ ചോറ് അടുപ്പിൽ തന്നെ വെച്ചിട്ട് ഇനി അടുത്തത് പയർ കറിയുടെ കടു വറുക്കാമെന്ന് വിചാരിച്ചു. പയർ എനിക്കറിയാവുന്ന രീതിക്കാണ് ഞാൻ ഇത് കറി വയ്ക്കുന്നത്. എല്ലാവരും ഇങ്ങനെയൊക്കെയാണോ കറി വയ്ക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. ഇത് ഏറ്റവും വലിയ വൻപയറാണ്. അപ്പം ഞാനത് ഇച്ചിരി വെള്ളം ഒഴിച്ച് കുക്കറിൽ വേവാൻ വെച്ചു. അത് വെന്ത് വന്നപ്പോഴത്തേന് ആ വെള്ളത്തിൽ തന്നെ ഞാൻ ഇച്ചിരി തേങ്ങയും കൂടെ അരച്ച് ചേർത്തു. തേങ്ങയിൽ മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഇച്ചിരി പുളിയും കൊച്ചുള്ളിയും കൂടെ ചേർത്ത് അരച്ച് അതിനകത്ത് തന്നെ ഒഴിച്ചു കൊടുത്തു. പിന്നെ അതിപ്പോൾ കടുവറുത്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരു കറി ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ്. ഞാൻ ഈ പയറിട്ട് ഇങ്ങനെയാണ് കറി വയ്ക്കുന്നത്. ഇതൊരു ഒഴിച്ചെറിയായിട്ട് നമുക്കെടുക്കാം. ഇന്ന് മീൻ വേണ്ടാന്ന് വെച്ചതാണ്. എന്നും അങ്ങ് മീൻ കഴിച്ചാലോ, അതുകൊണ്ട് ഇന്ന് മീൻ വേണ്ടാന്ന് വെച്ചു. ഇങ്ങനെയൊക്കെ ഒരു കറി കൂട്ടാമെന്ന് കരുതി. അപ്പം നമ്മുടെ പയർ കറി എല്ലാം സെറ്റായിട്ടുണ്ട്. കടുവറുത്ത് ഒഴിച്ചു. ഇതിൻ്റെ കൂടെ മുട്ട പൊരിച്ചതോ ഉണക്കമീൻ പൊരിച്ചതോ ഒക്കെ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ്. നമുക്കിന്ന് അതൊന്നുമില്ല. നമ്മളതെല്ലാം ഒഴിവാക്കിയിട്ട് ഇന്ന് ഈ സിമ്പിളായിട്ടുള്ളൊരു ലഞ്ചാണ് ഇന്ന് റെഡിയാക്കിയത്. അപ്പം നമ്മൾ തോരനെല്ലാം വേവിക്കാനായിട്ട് വെക്കുകയാണ്. ഈ ചീര നമ്മൾ കടയിൽ നിന്ന് മേടിച്ചതാണ്. നല്ലൊരു പിടി ഉണ്ടായിരുന്നു. അതിൽ നിന്ന് കുറച്ചെടുത്തൊരു ദിവസം തോരൻ വെച്ചു. ബാക്കി ഉണ്ടായിരുന്നത് ഫ്രിഡ്ജിൽ വെച്ചു. ഇന്നെടുത്ത് അതും തോരൻ വയ്ക്കുകയാണ്. ഒരു പിടി ചീരയെന്ന് പറഞ്ഞാൽ നമുക്ക് 2 ദിവസത്തേക്കൊക്കെ എടുക്കാനായിട്ട് കാണും. പിന്നെ ചീരയിൽ ഉപ്പ് ഒഴിച്ചു, അരപ്പും ഇട്ട് ചീര വേവാനായിട്ട് വെച്ചു. ചീര പെട്ടെന്ന് അങ്ങ് വെന്ത് കിട്ടും. അതുകൊണ്ട് ഞാനിതിൽ വെള്ളമൊന്നും ചേർക്കാറില്ല. ചീരയുടെ ആ ഒരു നനവ് കൊണ്ട് തന്നെ ഇതൊന്ന് വാടി വെന്ത് കിട്ടും. വെന്ത് കഴിഞ്ഞ ശേഷം പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് ഇളക്കി നമുക്ക് തീ ഓഫാക്കാം. എൻ്റെ സംസാരത്തിൽ എപ്പോഴും നമ്മളെന്ന് വരും. അതിപ്പം അറിയാതെ വരുന്നതാണ്. എൻ്റെ ഒരു ശൈലി അങ്ങനെ ആയിപ്പോയി. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും ഈ വീഡിയോയിൽ നമ്മളെന്ന് പറയുന്നത്. അതെല്ലാവരും അങ്ങ് ക്ഷമിക്കുക. അപ്പോൾ നമ്മുടെ ചീരത്തോരന് റെഡി ആയിട്ടുണ്ട്. ചൂട് ചോറിൽ ഇച്ചിരി നെയ്യൊക്കെ ഒഴിച്ച് ചീരത്തോരനൊക്കെ സൈഡിലോട്ട് വെച്ച് പയർ കറിയൊക്കെ ഒഴിച്ച് അപ്പം ഞാൻ പോയി ചോറ് തിന്നിട്ട് വരാം. ഇതാണ് എൻ്റെ സ്വഭാവം. എനിക്ക് ഓരോ ദിവസവും ഓരോരോ ആഗ്രഹങ്ങൾ തോന്നും, ഉണ്ടാക്കും, കഴിക്കും. എന്നിട്ട് പിന്നെ തടി കൂടിയേ എന്നുള്ളൊരു വിഷമമാണ്.